Hey Siri, everything you want to know about Apple. Hi everyone, this is Abinse from Evika. നമ്മുടെ ആൻഡ്രോയിഡ് യൂസേഴ്സ് കൂട്ടുകാരെ എപ്പോഴും നമ്മുടെ ഐഫോൺ യൂസേഴ്സിനെ മുഖത്തൊക്കെ പുച്ഛിക്കുന്ന ഒരു കാര്യമാണ്. അത് 2016 ഞങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ AOD അഥവാ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊണ്ടുവന്നു. ഈ 2022 നിങ്ങളുടെ ഫോണിൽ ഇപ്പോഴാണോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊണ്ടുവരുന്നത്? ഈ ഒരു 3 ട്രില്യൺ കമ്പനിയായ ആപ്പിളിന് ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊണ്ടുവരാനാണോ ബുദ്ധിമുട്ട് എന്നീ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഐഫോൺ യൂസേഴ്സിന് ഇത്രയും നാളെ ഐഫോണിൽ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണാൻ പറ്റാമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ അടിപൊളി വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതിനു മുമ്പ് എൻ്റെ തൊണ്ട കുറച്ച് സീനാണ്, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സംസാരത്തിലും സൗണ്ടിലും കുറച്ചധികം ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഈ പറയുന്ന ഐഫോണിൽ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആപ്പിൾ കൊണ്ടുവരാനെന്ന്. നമ്മുടെ ആദ്യത്തെ കാര്യമാണ് ഈ പറയുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നമ്മുടെ iPhone 14 Proയിൽ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഡിസ്പ്ലേയിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയ iPhone 13 Proയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് റിഫ്രഷ് റേറ്റ് എത്രയെന്ന് അറിയാമോ? 10 ഹെഡ്സ്, 10 ഹെഡ്സാണ് ഈ പറയുന്ന iPhone 13 Proയിലെ ഏറ്റവും ലോവസ്റ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ iPhone 14 നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ലോവസ്റ്റ് റിഫ്രഷിംഗ് റേറ്റ് വരുന്നത് 1 ഹെഡ്സ് ആണ്. 1 ഹെഡ്സ് ടു 120 ഹെഡ്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ആണ് ആപ്പിൾ iPhone 14 Proയിലെ ഡിസ്പ്ലേയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഡിസ്പ്ലേ ടെക്നോളജിയാണ് ആപ്പിൾ iPhone 14 ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കാരണം. അതിന് ഏറ്റവും വലിയ ഒരു റീസണാണ് ഈ പറയുന്ന ബാറ്ററിയിലെ ബാക്കപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ആൻഡ്രോയിഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്ക് ചെയ്യുമ്പോൾ ഒരു 50 ഹെഡ്സ്, 40 ഹെഡ്സ്, 30 ഹെഡ്സ് ഈ പറഞ്ഞ റിഫ്രഷ് റേറ്റിലൊക്കെ ആൻഡ്രോയിഡിൽ എപ്പോഴും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഡിവൈസുകൾക്ക് ബാറ്ററിയും അതേപോലെ ഡ്രെയിൻ ആവും. നമ്മുടെ ഒരു ഭൂരിഭാഗം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 40 to 50% ഓഫ് ആൻഡ്രോയിഡ് യൂസേഴ്സും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ചെയ്തിടാറുണ്ട്. കാരണം ഈ പറഞ്ഞ ബാറ്ററി ജ്യൂസ് ആൻഡ്രോയിഡ് ഡിവൈസിലാണെങ്കിലും കൺസ്യൂം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഐഫോണിലേക്ക് നോക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ഐഫോണിൽ ബാറ്ററി ബാക്കപ്പ് കുറവാണ്, mAh കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഫോണിൽ ഈ പറയുന്ന ടെക്നോളജി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തതിനാൽ ആ ഒരു ഐഫോൺ നല്ല രീതിക്ക് ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവും. അതുകൊണ്ടാണ് ആപ്പിൾ ഈ പറയുന്ന 1 ഹെഡ്സ് ടു 120 ഹെഡ്സ് എന്ന ടെക്നോളജി വരുന്നവരെയും ആപ്പിൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ iPhone 14 Proയിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആണെങ്കിൽ പോലും ബാറ്ററി ജ്യൂസ് അധികമൊന്നും കൺസ്യൂം ചെയ്യില്ല. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 5 നമ്മൾ കണ്ടായിരുന്നു ആപ്പിൾ LTPO ഡിസ്പ്ലേയിൽ ഈ പറയുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിൾ വാച്ച് സീരീസ് 5 ഇതേപോലെ 1 ഹെഡ്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റാണ് ആപ്പിൾ വാച്ച് സീരീസ് 5 ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വാച്ചിൽ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു വാച്ചിൻ്റെ ഡയലിൽ ആ ഒരു ഫുൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പക്ഷേ ആ ഒരു കോംപ്ലിക്കേഷൻസും അതേപോലെ ടൈമും കംപ്ലീറ്റ്ലി ഡിമ്മാണ് ആവുന്നത്. ഫുള്ളി സ്ക്രീൻ ബ്ലാക്ക് ആവാറില്ല, ഫുൾ കോംപ്ലിക്കേഷൻസും സമയവും നല്ല രീതിക്ക് ഡിം ആവുകയാണ് ചെയ്യുന്നത്. ഈ സെയിം പ്രോട്ടോക്കോൾ തന്നെയാണ് iPhone 14 ഡിസ്പ്ലേയിലും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ വാൾപേപ്പർ നോർമൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണുന്ന പോലെ ഫുള്ളി ബ്ലാക്ക് ഔട്ടായി ഒരു സമയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജിഫോ അല്ല കാണിക്കാൻ പോകുന്നത്. നമ്മുടെ സ്ക്രീൻ ഫുള്ളി ഡിം ആയിട്ട്
ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ പറയുന്ന 1 Hz റിഫ്രഷ് റേറ്റിലെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് TFT സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ വാച്ചിലും നമ്മുടെ ഈ പറയുന്ന iPhone 14ലും TFT സർക്യൂട്ട് ഇടുമ്പോൾ ഈ ഒരു TFT സർക്യൂട്ട് മുഖാന്തരം അല്ലെങ്കിൽ ഈ ഒരു TFT സർക്യൂട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഐഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 1 Hz കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പവർ കൊടുക്കാൻ ഈ ഒരു TFT സർക്യൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 5 to 15% ഓഫ് ബാറ്ററി കൺസപ്ഷൻസ് നമുക്ക് മാക്സിമം ഈ പറയുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേന്ന് നമുക്ക് കുറക്കാൻ പറ്റും എന്നാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പറയുന്ന iPhone 14 ഈ പറയുന്ന September 7th നമുക്ക് റിലീസാവും. ആ ഒരു ഇവൻറ്റിൽ നമുക്ക് എന്തായാലും ഈ ഒരു ഫീച്ചേഴ്സും ഫുൾ ഫ്ലെജ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോണിൽ എന്തുകൊണ്ടാണ് ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇത്രയും നാൾ ആപ്പിൾ കൊണ്ടുവരാനെന്ന് ഒരു ആൻഡ്രോയിഡ് യൂസർ ചോദിക്കുമ്പോൾ നമുക്ക് ചങ്കുറപ്പോടെ നമുക്കൊരു ആപ്പിൾ യൂസറിന് ഈ ഒരു ഉത്തരം പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ ആപ്പിൾ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഇതേപോലെ അടിപൊളി വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ഇടുമായിരിക്കും. നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും ഇതേപോലെ അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is your Bin Savior signing from Evika.